പത്തനംതിട്ട കൊക്കാത്തോട് നെല്ലിക്കപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ നിന്ന് പ്രദേശവാസികൾ ഇതുവരെ മുക്തരായിട്ടില്ല. തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. പ്രദേശത്ത് ഉരുൾപൊട്ടി ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വീണു. 5ഓളം കുടുംബങ്ങൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. രണ്ട് വീടുകൾക്ക് തൊട്ടുനടുവിലൂടെയാണ് പ്രകൃതിയുടെ ഈ താണ്ഡവം കുതിച്ചെത്തിയത്. ദുരന്തത്തിന്റെ ശക്തിയിൽ ഒരു വീട് ഭാഗികമായി തകർന്നു. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയി. കൂടൊലിച്ചുപോയെങ്കിലും വളർത്തുനായ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതൊക്കെ വന്ന് നമ്മൾ നോക്കി നിൽക്കും, നമുക്ക് ലക്ഷ്യമില്ല. ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ വീടിന്റെ മേളിൽ കൂടാണ് വരുന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാരനും ഞാനും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞപ്പം അപ്പം ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഈ വീടിന് കുഴപ്പം അങ്ങോട്ട് കാണുന്നില്ല. അപ്പോഴത്തേന് കുറെ കഴിഞ്ഞ് മുറ്റത്തോട്ടിറങ്ങി ഞാൻ വിളിച്ചു, പുള്ളിക്കാരിയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞെടി അവിടെ വല്ലതും സംഭവിച്ചോ? ഇല്ലക്ക ഇവിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവർ രണ്ടും കൂടെ പിന്നെ വീട്ടിലോട്ട് കയറി വന്നു. അവിടെ ഒത്തിരി നേരം അവർക്ക് വയ്യാതെ വന്നതാ. രണ്ടുപേർക്കും വയ്യാതെ അങ്ങായിപ്പോയി. ഇതെല്ലാം കൂടെ കണ്ട് അപ്പോൾ ഇവർ കിടക്കുമല്ലേ, എഴുന്നേറ്റ് വന്നു. അവർക്ക് പേടിയായിപ്പോയി, ഭയങ്കര പേടിയായിപ്പോയി. ഞങ്ങൾക്ക് അതിലും പേടി. എനിക്ക് കാല് ഉറച്ചിട്ട് നിന്ന് കാര്യം പറയാൻ അവരോടും വയ്യാതെ പോയി. അങ്ങനെ സംഭവം രാവിലെ 5:45 ഞങ്ങൾ ഈ സംഭവം ഈ വശവാ ശരിക്കും കാണുന്നത്. 5:45 കാണുന്നത്. ഇതുവരെ സഹായമായിട്ട് യാതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട്, അപേക്ഷ കൊടുക്കാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് ഇന്നിപ്പോൾ അവർ വില്ലേജിൽ പോയി പോവാ. ഇനിയിപ്പോൾ കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത് വല്ലതും കിട്ടിയ ഭാഗ്യം. ഇല്ലെന്നൊരു ഇപ്പോൾ ഇതിനകത്ത് ഇനിയും വേറെ കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അടി മൊത്തം പാറയായിട്ട് ഇരിക്കുകയല്ലേ. ദുരന്തത്തിന് പിന്നാലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. പ്രദേശത്ത് അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും മരച്ചില്ലകളും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്തത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ടായിരുന്നു, അല്ലാതെ ജനപ്രതിനിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സഹായങ്ങളൊക്കെ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു കൊടുക്കണം. എം എൽ എ 2 ദിവസം ഇന്നലെ MLA അവിടെ വന്നിട്ടുണ്ടായിരുന്നു. MLA വന്ന ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കേട്ടിട്ട് പോയിട്ടുണ്ട്. വൻതോതിലുള്ള കൃഷിനാശമാണ് പ്രദേശത്തുണ്ടായത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. തുടർച്ചയായ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നെല്ലിക്കപ്പാറയിൽ ഇപ്പോഴും ഭീതിയുടെ നിഴൽ പടർന്നു നിൽക്കുകയാണ്. അതിഭീകര ശബ്ദം കേട്ടാണ് പുലർച്ചെ നെല്ലിക്കപ്പാറ നിവാസികൾ ഉണർന്നെഴുന്നേൽക്കുന്നത്. പിന്നീട് കണ്ട കാഴ്ചകൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. 2 വീടുകൾക്കിടയിലൂടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് കുത്തിയൊലിച്ചു പോയത്. ഇനിയിപ്പോൾ അവരുടെ ഉപജീവന മാർഗമൊക്കെ നഷ്ടപ്പെട്ട കുറേയധികം ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ സർക്കാർ സഹായം മാത്രമാണ് ഇനി പ്രതീക്ഷ. അതിനുള്ള ഓട്ടത്തിലാണ് ഇനിയിപ്പോൾ അവർ. ക്യാമറമാൻ രതീഷ് മഡ്വിഷലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.